നമ്മുടെ കുഞ്ഞു കണ്ണൻ്റെ ഒരു കഥ പറയട്ടെ. ഒരിക്കൽ മുല കുടിക്കാനുള്ള വ്യഗ്രത മൂലം തൈര് കടഞ്ഞുകൊണ്ടിരുന്ന യശോദാമ്മയുടെ മടിയിലിരിക്കുകയും ജോലിക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുല കുടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മുല കുടിച്ച് പകുതിയായപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് പാൽ തിളച്ച് തൂവുകയും അത് തടയുവാനായി മാതാവ് ഉടനെ പോവുകയും ചെയ്തു. മുലകുടി തടസ്സപ്പെട്ടത് മൂലം കണ്ണൻ്റെ മനസ്സിൽ കോപമുണ്ടാവുകയും ഒരു കോലെടുത്ത് തൈര് കുടം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് യശോദാമ്മ നോക്കുമ്പോൾ തൈര് കുടം നിലത്ത് പൊട്ടിക്കിടക്കുന്നു. കൂടാതെ ഉരലിൻ്റെ മുകളിൽ കയറി പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണനെയാണ് കണ്ടത്. ഇത് കണ്ട് കോപം വന്ന മാതാവ് തോഴിമാർ നോക്കി നിൽക്കെ കണ്ണനെ ബന്ധിക്കുവാനായി കയറെടുക്കുകയും ചെയ്തു. അനേകം കയർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചെങ്കിലും അതിലെല്ലാം 2 വിരൽ നീളം കുറവായി കണ്ടു. ഇതെല്ലാം കണ്ട് തോഴിമാർ ചിരിക്കാൻ തുടങ്ങി. നമ്മുടെ കണ്ണനല്ലേ അമ്മയ്ക്ക് ബന്ധനത്തിന് വഴങ്ങിക്കൊടുത്തു. എടക്കള്ള, കുറേ സമയം ഉരലിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞ് ഉരലിനോട് ചേർത്ത് ബന്ധിച്ച യശോദാമ്മ ഭവനത്തിനുള്ളിലേക്ക് കയറി. നമ്മുടെ കുഞ്ഞു കണ്ണൻ ഉരലിനോട് ചേർന്ന് മുറ്റത്ത് നിൽക്കവേ 2 മരുതവൃക്ഷങ്ങളെ കണ്ടു. ദുർനടപ്പ് മൂലം മരുതവൃക്ഷങ്ങളായി ശാപം കിട്ടിയ നളകുബേരൻ, മണിഗ്രീവൻ എന്നിങ്ങനെ പേരായ കുബേരപുത്രന്മാരായിരുന്നു അവർ. കണ്ണൻ്റെ സ്പർശനമേറ്റ മരുതവൃക്ഷങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുകയും ഉരൽ വിലങ്ങനെ തടഞ്ഞു നിൽക്കുക മൂലം ജീർണിച്ചു നിന്നിരുന്ന ആ വൃക്ഷങ്ങൾ താഴേക്ക് വീഴുകയും ചെയ്തു. വൃക്ഷം നിലം പതിച്ചപ്പോൾ 2 തേജസ്വികളായ യക്ഷന്മാർ പുറത്തു വരികയും അങ്ങയെ സ്തുതിച്ച് നിലകൊള്ളുകയും ചെയ്തു. വൃക്ഷങ്ങൾ വീണപ്പോഴുണ്ടായ ഭീകര ശബ്ദത്തിൽ പരിഭ്രാന്തരാക്കപ്പെട്ട ഗോപകന്മാർ ഓടി വന്നപ്പോൾ പരിഭ്രമിച്ചിരുന്ന മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദഗോപൻ നമ്മുടെ കുഞ്ഞു കണ്ണനെ മോചിപ്പിച്ചു. വൃക്ഷങ്ങളുടെ മധ്യത്തിലായിട്ടും നമ്മുടെ കുഞ്ഞു കണ്ണൻ സുരക്ഷിതനായി തീർന്നത് അത്ഭുതകരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപൻ കുഞ്ഞു കണ്ണനെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ഈ കുഞ്ഞു ഉണ്ണിക്കണ്ണൻ്റെ കഥകളൊക്കെ നമുക്കറിയാഞ്ഞിട്ടും ഇത് കേൾക്കുന്തോറും നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഹ്ലാദവും സന്തോഷവും ഒക്കെ തോന്നാറില്ലേ?